പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പെട്ടി വിവാദമുണ്ടായ അതേ KPM ഹോട്ടലിൽ വെച്ചാണ് ഒരു വർഷത്തിനിപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് പൂട്ടിയത്. ഷാഫിയും രാഹുലും ഇരവാദമുന്നയിച്ച അതേ ഹോട്ടലിൽ വെച്ച് രാഹുലിനെ പോലീസ് പിടികൂടിയത് അതീവ രഹസ്യമായ ആസൂത്രണങ്ങളിലൂടെയായിരുന്നു. പോലീസിന്റെ നിഷ്ക്രിയത്വം മൂലം ആദ്യ 2 പരാതികളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിദഗ്ധമായി മുങ്ങിയെങ്കിലും ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്തിയതു മുതൽ രാഹുൽ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഒടുവിൽ മൂന്നാമതും രാഹുലിനെതിരെ പരാതി ലഭിച്ചതോടെ അതീവ രഹസ്യമായ നീക്കങ്ങളിലൂടെയാണ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തത്. ഇന്നലെ വൈകിട്ട് തന്നെ പോലീസ് സംഘം രാഹുലിന്റെ ലൊക്കേഷൻ മാർക്ക് ചെയ്യുകയും ഹോട്ടലിൽ നിലയുറപ്പിക്കുകയും ചെയ്തിരുന്നു. KPM ഹോട്ടലിലെ രാഹുലിന്റെ 2002 നമ്പർ റൂമിനരികെ റൂം എടുത്തായിരുന്നു പോലീസിന്റെ നിരീക്ഷണം. തുടർന്ന് അർദ്ധരാത്രി 12:30 ഷൊർണൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘം ഹോട്ടലിലെത്തി രാഹുലുമായി സംസാരിച്ചു. പുതുതായി ഒരു പരാതി കൂടി ലഭിച്ചിട്ടുണ്ടെന്നും കൂടെ വരണമെന്നും ആവശ്യപ്പെട്ടു. ആദ്യം നിസ്സഹകരിച്ചുവെങ്കിലും പിന്നീട് വഴങ്ങി. കസ്റ്റഡിയിലെടുത്ത 3 ജീപ്പുകളിലായാണ് രാഹുലിനെ പത്തനംതിട്ടയിലെ AR ക്യാമ്പിൽ എത്തിച്ചത്. പാലക്കാട്ടെ ദൗത്യം നേരത്തെ അറിഞ്ഞത് ജില്ലാ പോലീസ് മേധാവിയും ഷൊർണൂർ DYSPയും മാത്രമായിരുന്നു. ഹോട്ടലിലെ ജീവനക്കാരുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ വാങ്ങിവെച്ച ശേഷമായിരുന്നു രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്. രാഹുലിന്റെ പേഴ്സണൽ സ്റ്റാഫുകൾ പോലും MLA പോലീസ് പിടിയിലായി എന്നറിയുന്നത് പോലീസ് വാഹനം തൃശൂർ പിന്നിട്ടതിന് ശേഷം മാത്രമാണ്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുലും ഷാഫിയും കള്ളപ്പണം കൊണ്ടുവന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് റെയ്ഡ് നടത്തിയ അതേ ഹോട്ടലിൽ വെച്ച് തന്നെയാണ് രാഹുൽ പിടിയിലായത് എന്നത് കാലത്തിൻ്റെ കാവ്യനീതി എന്നാണ് BJPയും CPMും പറയുന്നത്. ജനം, പാലക്കാട്.